നമസ്കാരം. ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന ഇഞ്ചിയാണ്. ഏകദേശം ഒരു 30 മൂളോളം ഇഞ്ചിയാണ് ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഇതൊക്കെ നോക്കിയ സമയത്ത് ഒരു ഗ്രോ ബാഗിലുള്ള ഇഞ്ചിക്ക് മാത്രം കേട് വന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് എന്താണ് കേടെന്നും അതേപോലെ തന്നെ അതിന് എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ കേടായ ഇഞ്ചി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേടായ ഒരു മൂട് ഇഞ്ചി. ഇതിന് സംഭവിച്ചിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഇതൊരു കുമിൾ രോഗം ബാധിച്ചാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മൂട് ചീയലാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ തണ്ടുകളൊക്കെയും കരിഞ്ഞ് അതായത് പഴുത്ത് വാടി വീഴുകയും ഇതിൻ്റെ തണ്ടുകൾക്ക് തീരെ അതായത് ഇഞ്ചി ഓലകൾക്ക് തീരെ ബലമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് എല്ലാ ഇഞ്ചികളും വളർന്നു വന്നത്. ഒരു ഗ്രോ ബാഗിലെ ഇഞ്ചിക്ക് മാത്രമാണ് മൂട്ടിലെ കട ചീച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലുള്ള ഇഞ്ചിക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിൽ നിന്നേ ഇത് അഴുകി പോയിരിക്കുകയാണ്. കട ചീച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കുമിൾ രോഗമാണ്. അപ്പോൾ തണ്ടുകളൊക്കെ ഏകദേശം ചീഞ്ഞു പോയിട്ടുണ്ട്. ഇതിന് തീരെ കട്ടിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിത് ഇന്നലെയാണിത് കണ്ടുപിടിച്ചത്. നോക്കിയ സമയത്ത് ഞാൻ തൊട്ടപ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് നശിച്ചുപോയി. അതേപോലെ തന്നെ ഇതിൻ്റെ ഓലകളൊക്കെയും പഴുത്ത് ഉണങ്ങിപ്പോയേക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഇഞ്ചിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുമിൾ രോഗമാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രോഗം നമുക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗിലുള്ള കൃഷി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഞാൻ മണ്ണ് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്ത സമയത്ത് കുമ്മായം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. കുമ്മായം ഉപയോഗിച്ച് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ചാണകപ്പൊടി അടിവളമായിട്ട് കൊടുത്താണ് ഇത് ഗ്രോ ബാഗ് നിറച്ചിട്ട് ഇഞ്ചി നട്ടത്. ചാണകം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡൈക്കോഡെർമയും കൂടെ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗം വരത്തില്ലായിരുന്നു. ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും കുമിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ ഈ ഒരു ഗ്രോ ബാഗിൽ മാത്രം കണ്ടതുകൊണ്ട് ഇത് മറ്റുള്ള ചെടികളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഗ്രോ ബാഗുകളിലുള്ള ഇഞ്ചിയിലേക്കും ഇത് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇത്രയും വളർന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ജൈവ രീതിയിൽ നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആദ്യമേ തുടക്കത്തിൽ തന്നെ ഡൈക്കോഡെർമ ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുമിൾനാശിനി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. COC അതായത് കോപ്പർ ഓക്സി ക്ലോറൈഡ് നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ചെടികളെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഈ ആയിരിക്കുന്ന കുമിൾ രോഗത്തെ നമുക്ക് ഇവിടുന്ന് നീക്കം ചെയ്യാനും പറ്റത്തുള്ളൂ. ബാഗിൽ ഇഞ്ചി ഉണ്ടോ? ഈ അഴുകിപ്പോയ തണ്ടിൻ്റെ ഇഞ്ചി നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ഇഞ്ചി അതിനകത്തുണ്ടോ അതോ നശിച്ചു പോയോ? ഇതിനകത്ത് ഒത്തിരി മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇഞ്ചി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇഞ്ചി ഇവിടെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നട്ട ഇഞ്ചിയാണ്. ഇത് പഴയ ഇഞ്ചിയാണ്. ഇതാണ് ഇപ്പോൾ കിളിച്ച് വന്നിരിക്കുന്നത്, പുതിയ ഇഞ്ചിയായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇഞ്ചി ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിന് ഓലയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് വളരുന്നത്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതിൻ്റെ മൂട് ചീഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. ഓലയാണ് ആദ്യമേ ചീഞ്ഞ് പോകുന്നത്. അപ്പം അതേപോലെ തന്നെ അടുത്ത ഇഞ്ചി താണ്ടെ തൊട്ടപ്പോൾ തന്നെ ഈ പോരുന്നത്. അതിനകത്ത് വേറെ മുള വന്ന് വരുന്നുണ്ട്. വേറെ അടുത്ത ഒരു ഓലയും കൂടെ ഉണങ്ങി നിൽക്കുക. അതും അവസ്ഥ ഇത് തന്നെയാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഗ്രോ ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിലോ നട്ടിരിക്കുന്ന ഇഞ്ചിക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നട്ടേക്കുന്ന ഇഞ്ചി അഴുകി പോവുകയും നമുക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേടുവന്ന ഇഞ്ചി ഇരിക്കുന്ന ഗ്രോ ബാഗിനെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്നും എടുത്ത് മാറ്റുക. കാരണം ഇതിൽ നിന്നും മറ്റുള്ള ഗ്രോ ബാഗുകളിലേക്ക് പകർന്ന് ഈ രോഗം പകരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ മാറ്റുക. അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പർ ഓക്സി ക്ലോറൈഡിൻ്റെ പാക്കറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം നമ്മൾ ലയിപ്പിച്ച ശേഷം എല്ലാ ചെടികളുടെയും മൂട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മൂട്ടിൽ മാത്രമല്ല ബാക്കി എല്ലാ ഗ്രോ ബാഗിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഏതെങ്കിലും ഗ്രോ ബാഗിൽ ഇത് വരാനുള്ള ഈ കുമിൾ രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇത് പരിഹരിച്ച് തരുന്നതാണ്.
അപ്പോൾ ഇത് നമ്മൾ എല്ലാ ചെടികളിലും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ രോഗം വന്ന ഗ്രോ ബാഗിനെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റുക, ആ കൂട്ടത്തിൽ നിന്നും എടുത്ത് മാറ്റി വേറെ എവിടെങ്കിലും മാറ്റി വയ്ക്കുക. അതിനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് നോക്കുക. അത് രക്ഷപ്പെട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് നിർദ്ദേശങ്ങളുണ്ട്, അത് നമ്മൾ പാലിക്കുക. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഉള്ള നിർദ്ദേശം അടങ്ങിയ കുറിപ്പടി ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫൈട്രോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കോപ്രോക്സി ക്ലോറൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ലിറ്റർ വെള്ളം ഞാൻ എടുത്തേക്കുന്നത്. 10 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു 50 ഗ്രാം, അതായത് ഇതിൻ്റെ പകുതിയോളം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ലയിപ്പിച്ച ശേഷം എല്ലാ ചെടികളുടെ മൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. എന്തെങ്കിലും ഒരു കമ്പൊക്കെ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചെടികളുടെയും മൂട്, എല്ലാ ഇഞ്ചി ചെടികളുടെയും മൂട് നന്നായിട്ട് നനയുന്ന രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 30 ഗ്രോ ബാഗ് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുമിൾനാശിനി നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ കേട് വന്ന ചെടിയുടെ മൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം നമ്മൾ കേട് വന്ന ഇഞ്ചിയുള്ള ഗ്രോ ബാഗിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ബാക്കി ഗ്രോ ബാഗുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എല്ലാ സ്ഥലത്തും നനയുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഗ്രോ ബാഗുകളിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കൂൺ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗിൽ നട്ടേക്കുന്നതും അതേപോലെ തന്നെ മണ്ണിൽ നട്ടേക്കുന്നതുമായിട്ടുള്ള ഇഞ്ചി ഒന്ന് നോക്കുക. ഇതേപോലുള്ള എന്തെങ്കിലും രോഗം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതിന് നമ്മൾ പരിഹാര മാർഗ്ഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ 30 ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടതിൽ ഈ ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായ കേടുപാട് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ അത് ഞാൻ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗ്രോ ബാഗുകളിലേക്ക് ഇത് പകരുകയും അപ്പോൾ മുഴുവൻ ഇഞ്ചികൾ നശിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇഞ്ചിക്കകത്ത് ഇത് കേട് കാണുക എന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്യുക, അതിനെ അവിടുന്ന് മാറ്റി വയ്ക്കുക. അതിന് വേണ്ട അതിൻ്റെ കേട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പരിഹാരം നമ്മൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നല്ലൊരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. താങ്ക് യു.